പ്രകടിപ്പിച്ച മഹൽ വ്യക്തിത്വമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വരണമെങ്കിൽ ഖർൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് മദീനയിലേക്ക് എത്താൻ 800ഓളം കിലോമീറ്റർ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ കിലോമീറ്ററുകളോളം താണ്ടി വന്ന് ദിവസങ്ങളോളം അവിടെ കഴിഞ്ഞ് തങ്ങളെ കണ്ട് സ്വഹാബിയായി തിരിച്ചു പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച മഹൽ വ്യക്തിത്വമാണ് സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ശരീരം മുഴുവനും വെള്ളപ്പാണ്ട് രോഗിയായിരുന്നു മഹാനായ ഉവൈസുൽ ഖർനി. വെള്ളപ്പാണ്ട് രോഗത്തിന്റെ പ്രയാസത്തിനാൽ ശരീരം അനക്കാനും എടുക്കാനും സാധിക്കാതെ പ്രയാസപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഖർനിൽ വന്ന് സ്വഹാബി കണ്ട് ഉവൈസുൽ ഖർനിയെ കണ്ട് തിരിച്ച് മദീനയിലേക്ക് പോകുമ്പോൾ ഉവൈസുൽ ഖർനിയുടെ ആഗ്രഹം തങ്ങളോട് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു ഉവൈസിനോട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ. കാരണം എന്താണ്? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് മാതാപിതാക്കളുണ്ട്. പ്രായമുള്ള പിതാവും പ്രായാധിക്യത്തിൽ പ്രയാസപ്പെടുന്ന മാതാവുമുണ്ട്. അവർക്ക് രണ്ടുപേർക്കും രോഗമാണ്, പ്രയാസമാണ്, കഷ്ടപ്പാടാണ്. അങ്ങനെ പ്രതിസന്ധിയിൽ ജീവിക്കുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉവൈസേ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണമെന്ന്. ഖർൻ എന്ന ദേശത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയായി സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട് ഒരിക്കൽ. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം, ഉമറെ പോകുന്നത് ഖർനിലേക്കാണ്. അവിടെ ഉവൈസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവരെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് നിർദ്ദേശം നൽകുകയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉവൈസുൽ ഖർനിയെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണമെന്ന്. എന്താ പോ ഉവൈസുൽ ഖർനിയെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കാൻ? ഉവൈസുൽ ഖർനി വലിയ ആളൊന്നല്ല. അങ്ങനെ ഉണ്ടോ? സ്വഹാബത്തിനേക്കാൾ വലിയൊരു സ്ഥാനം സ്വഹാബത്തിന്റെ ശേഷമുള്ളവർക്കോ പിൽക്കാലത്തുള്ളവർക്കോ ഇല്ല. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്ഥാനമുള്ളവർ സ്വഹാബികളാണ്. എല്ലാ അഖ്താബിനേക്കാളും എല്ലാ അബ്ദാലിനേക്കാളും എല്ലാ വലിയനേക്കാളും സ്ഥാനമുള്ളത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ലോകത്തെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്ഥാനമുള്ള ആൾ ഉമർ ഇബ്നു ഖത്താബാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ 20-ൽ പരം ആയത്തുകൾ ഉമർ റളിയല്ലാഹു അൻഹു കാരണം ഇറങ്ങിയിട്ടുള്ളത്. ഈ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഖർനിൽ പോകുമ്പോൾ ഉവൈസിനെ കണ്ടാൽ ദ്വാരപ്പിക്കണോ. അങ്ങനെ അവർ അന്വേഷിച്ചു ഒരു വീട് പരിസരത്തെത്തിയപ്പോൾ ഒരു ഭാഗത്തുണ്ട് ഒരാളെ ഇങ്ങനെ നിൽക്കുന്നു, കുറച്ചാളുകൾ. അവരോട് ചോദിച്ച്, നിങ്ങൾക്ക് ഉവൈസ് പറഞ്ഞ ഒരാൾ അറിയുമെന്ന് വെച്ച്, ഖർനുകാരനായ ഉവൈസിനെ അറിയുമെന്ന് വെച്ച്. അപ്പോൾ ചോദിച്ചവരൊക്കെ നിങ്ങൾ എവിടുന്നാ വന്ന്, ആരാണ്? ഞാൻ ഉമർ ഇബ്നു ഖത്താബ്. ഉമർ ഇബ്നു ഖത്താബ്? അതെ, എല്ലാവരും കേട്ടിട്ടുണ്ട് ഉമർ ഇബ്നു ഖത്താബ്. ഉമർ ഇബ്നു ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സ്വഹാബി. നിങ്ങൾ? അതെ. നിങ്ങൾ എന്തിനാ വന്നേ? ഞാനിവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. ഈ വഴിക്ക് വരുമ്പോ എന്നെ ഉവൈസിനെ കാണണമെന്ന് നബി തങ്ങൾ പ്രത്യേകവും പറഞ്ഞിട്ടുണ്ട്. തന്നെ? അതെ. എന്നാൽ അവിടെ നിന്നോട്ട് പോകുമ്പോൾ ഒരു 3-ാമത്തെ 4-ാമത്തെ വീട്, അതാണ് ഉവൈസുൽ ഖർനിയുടെ വീട്. വഴി പറഞ്ഞു കൊടുത്ത പ്രകാരം ഉമർ ഇബ്നു ഖത്താബ് അങ്ങ് നടന്നെത്തിയപ്പോ അവിടുത്തെ സിറ്റൗട്ടിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. കാണാൻ വലിയ ചേരും ചൊർക്കും ഭംഗിയൊന്നും ഇല്ല. ആ മനുഷ്യനോട് സലാം പറഞ്ഞു, സലാം മടക്കി. ഒരു പൊതുവായിട്ടൊരു ബാധ്യതയാണല്ലോ, ഒരു മാന്യതയാണല്ലോ ഒരു വന്ന മനുഷ്യനോടൊക്കെ അകത്തേക്ക് ഇരിക്കാൻ വേണ്ടി പറയും. വന്ന മനുഷ്യനോട് അകത്തിരിക്കും, കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കയറുന്നതിന് മുമ്പ് ചോദിച്ചു, നിങ്ങൾ വോയിസ്? ഞാനാണ് വോയിസ്. അപ്പോ ഉവൈസുൽ ഖർനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം.
വേണ്ടതുപോലെ സൽക്കരിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നോട് ചോദിച്ചു, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ പിന്നീട് പറയുന്നുണ്ട്, ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് അദ്ദേഹത്തിന് സൽക്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സൽക്കരിച്ചതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടത്. അത് അങ്ങനെ സൽക്കാരം വളരെ പുണ്യകർമ്മമാണ്. സൽക്കാരം നടത്തിയതിനു ശേഷം പ്രവർത്തിയവനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ഉമർ എന്ന് പറയും. ഞാന് എന്നെ പറഞ്ഞയച്ചത് പ്രബോധന ആവശ്യമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങളത് കാണണം എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ട്, എന്താണ് വിഷയം? ഒന്നുമില്ല, നിങ്ങളെ കണ്ടാൽ മതി. കണ്ടു. പിന്നെ വോയിസിന്റെ ചോദ്യം, നിങ്ങളെ എന്നെ കാണാൻ വേണ്ടി മാത്രമാണോ പറഞ്ഞയച്ചത്? അല്ല, വേറെ പല ലക്ഷ്യത്തിനു വേണ്ടി എന്നോട് പറഞ്ഞയച്ചത്. നിങ്ങളെ കാണണമെന്ന് പ്രത്യേകം പറഞ്ഞു. എന്നോട് എന്തെങ്കിലും ഒരു ഉപദേശം തന്ന് എന്നെ നന്നാക്കാൻ വേണ്ടിയാണോ എന്നെ കാണാൻ നിബിധങ്ങൾ നിങ്ങളെ പറഞ്ഞു വിട്ടത്? വൈസൽക്കറിന്റെ ചോദ്യം. അതല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണം. എന്ത് ദുആ ചെയ്യിപ്പിക്കണം? ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോട് എന്നെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണമെന്നോ? ബദരീങ്ങളെ, നമ്മുടെ ഭാഷയിൽ പറയാം, വൈസൽക്കറി റളിയല്ലാഹു അൻഹു എന്താണ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വമെന്ന് വൈസൽക്കറിയോട് ചോദിച്ചപ്പോ മൂപ്പർക്കൊന്നും പറയാനില്ല. ഏതായാലും കുറച്ചു നേരം കൂടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഏതായാലും പ്രബോധനത്തിന് വേണ്ടി വന്നതല്ലേ, ഇന്നിവിടെ തങ്ങിക്കോളൂ എന്ന് വൈസൽക്കറി ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞു. ആ സമയം ഒരു റൂമും അതിന്റെ തൊട്ടടുത്ത റൂമ്, അവിടുത്തെ ഉപ്പയും ഉമ്മയും താമസിക്കുന്നുണ്ട്. അതിന്റെ ഇപ്പുറത്തുള്ള റൂം, വൈസൽക്കറിന്റെ അടുത്തുള്ള റൂം ഉമർ റളിയല്ലാഹു അൻഹുവിനും നൽകി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു, പഴയ കാലത്തെ വീടുകളാണല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ഈ വ്യക്തിയുടെ പ്രത്യേകത എന്ന് നോക്കാം. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു മനുഷ്യനെ എടുത്തുകൊണ്ട് പോകുന്നു. നോക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പിതാവാണ്. ആര്? തന്റെ പിതാവിനെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നത്. കുറച്ചേരം കഴിഞ്ഞപ്പോൾ മറ്റൊരാളത് ഉമ്മയാണ്. ഉമ്മയെയും ഉപ്പയെയും എടുത്ത് കൊണ്ടുപോയി അവർക്ക് വേണ്ടുന്ന പരിചരണവും കാര്യവും നൽകി എല്ലാ രൂപത്തിലും സഹകരിച്ച് ശുശ്രൂഷ കൊടുക്കുന്ന ഒരു പണിയാണ് ഉള്ളത്. ശരീരം മുഴുവനും വെള്ളപ്പാണ്ട് രോഗിയായ ഉപ്പാക്ക് ഖിദ്മത്തെടുത്തു, സേവനം ചെയ്തു കാരണത്താൽ ഒരു വെള്ളി നാണയത്തിന്റെ ഭാഗം മാത്രം ബാക്കിയായി ബാക്കി എല്ലാ ഭാഗങ്ങളും വെള്ളപ്പാട് രോഗത്തിൽ നിന്ന് മുക്തമായി. ഇത് വെറുതെ കെട്ടിക്കഥയില്ല, മഹാന്മാർ ഒരു കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. എല്ലാം ബാക്കി, എല്ലാം ശിഫായി, അവിടെ മാത്രം ബാക്കി. അതെ, അവിടെ ബാക്കിയത് അതും കൂടെ ശിഫായി കൂടെ എന്നാണ് ചിലരുടെ പറയുന്നത്. ചില ആളുകൾക്കൊക്കെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടോ, 1,00,000 രൂപ ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടോ? ആരോ കൊടുത്തേ 1,00,000 കണ്ട, 90,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോ മറ്റൊരു ചോദിക്കൂ, 90,000 അത് 1,00,000 കൂടെയാണോ? ഇത് 90,000 വെറുതെ കൊടുത്തതാണെന്ന് ആരും ചിന്തിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് 9A+ വാങ്ങിയേക്കാം. അപ്പോ ഇവിടെയുള്ള രക്ഷിതാക്കളല്ല, വേറെ ചില രക്ഷിതാക്കളൊക്കെ പറയും, അത് 10 കൂടെയാണോ? ഈ 9 എങ്ങനെ കിട്ടിയത് ഓൾക്ക് അറിയുള്ളൂ. കിട്ടിയതിന് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ റൂട്ട്. അല്ലാതെ പണ്ട് രോഗിയായി പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം അവിടുന്ന് ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിക്ക്
ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു കൊടുത്തത് മാത്രമല്ല തല കുനിച്ചു കൊടുത്തു. തല കുനിക്കുന്നതിന് മറ്റുള്ളവരുടെ മുന്നിൽ സംസ്ഥാനം ചെയ്യാനല്ല, ഇല്ലല്ലോ, പിന്നെന്തിനാണ്? അത് മന്ത്രിക്കാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു മന്ത്രിക്കാൻ വേണ്ടി ഉവൈസുൽ ഖർണിയുടെ ശരീരത്തിൽ തല കുനിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് ഇസ്ലാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചാലൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോകാൻ ഞാൻ ആഗ്രഹിച്ചു. 2 ദിവസം മുമ്പ് ഒരു നല്ല ഒരു സ്ഥലമാണ്. പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ പോകാൻ കഴിഞ്ഞില്ല. അതിന്റെ കൂലി അള്ളാഹു തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء വല്ലാഹു സമീഉൻ അലീം. ഖുർആനിൽ സൂറത്തുൽ നൂറിലൂടെ അല്ലാഹു തആല ഉപദേശിക്കുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ ശൈത്വാനിന്റെ ആളുകളായി മാറാൻ പാടില്ല. ശൈത്താൻ നിങ്ങളെ തെറ്റിലേക്കും അധാർമികതയിലേക്കും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കും. അത് ശൈത്വാനിന്റെ പ്രത്യേകതയാണ്. ആരെങ്കിലും ശൈത്വാനിന്റെ മാർഗം പിൻപറ്റിയാൽ അവർക്ക് പിന്നെ അതിൽ നിന്ന് തടി ഊരാൻ പ്രയാസമാകും. ശൈത്താൻ അവനെ വലിഞ്ഞു കെട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കുന്നു. അല്ലാഹുവിന്റെ റഹ്മത്തും പ്രത്യേകമാകുന്ന കാരുണ്യവും ഇല്ലെങ്കിൽ ശൈത്താനിന്റെ വലയിൽപ്പെട്ടവർക്ക് പിന്നീട് സംരക്ഷണം ലഭിക്കുകയില്ല എന്ന് ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നതായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. ഖുർആൻ പറയുകയാണ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അത് സിദ്ദീഖ് റളിയല്ലാഹു ആണ്ടിന്റെ ദിവസമാണ്. ഇന്നലെ മിനിയാന്നൊക്കെയായി അനുസ്മരിക്കപ്പെടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ വലിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ലോകത്തെ ആദ്യത്തെ മുസ്ലിം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ അമ്പിയാക്കളും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്ഥാനമുള്ള മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ മാത്രം എടുത്തു നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പോലെ അത് മറ്റുള്ള ഒരാൾക്കും ഇല്ലെന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ സർവ്വ ആളുകളും ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളുടെ ഒരു ഈമാൻ ഒരു ത്രാസിലും, അതുപോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ മറ്റൊരു ത്രാസിലും തൂക്കി അളന്നാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനായിരിക്കും കനം കൂടുതലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ചല്ലോ. ഓ ഉമ്മമാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവിടുത്തെ മഹത്വത്തിന്റെ പവിത്രത അറിയണോ നിങ്ങൾക്ക്? ഖുർആൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ അമ്പിയാക്കളുണ്ട്. അത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഖുർആനിലില്ല. ഉണ്ടോ? നബി തങ്ങളുടെ പേര് യാ മുഹമ്മദ് എന്ന് ഖുർആനിലുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഖുർആൻ വിളിക്കുന്നത് തന്നെ യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ, അങ്ങനെ പല പേരുകൾ യാ അയ്യുഹൻ നബിയ്യു. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരും ഖുർആനിലില്ല. ഭൂരിപക്ഷ ആയത്തുകളും അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഇറങ്ങിയതാണ് ഖുർആനിൽ. ഭൂരിപക്ഷ ആയത്തുകൾക്കും സാക്ഷിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാരണം ഇറങ്ങിയ ആയത്ത് കുറവാണ്, പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാക്ഷിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മുഖേന ആയത്ത് ഇറങ്ങിയത് കൂടുതലാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത്ര വിഷയത്തിൽ പലപ്പോഴും സാക്ഷിയല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പവർ എന്താണെന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്. സുഹബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നിബിധങ്ങളോടുള്ള കണക്ട് അത് ഭയങ്കരമാണ്. പേടിക്കണം നമ്മൾ. നിബിധങ്ങളോട് നല്ല ബന്ധമുള്ള ഒരാളെ നമ്മളൊന്നും ശകാരിക്കരുത്, പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കണക്ട് ഉണ്ടെങ്കിൽ എത്ര മോശപ്പെട്ടവനാണെങ്കിലും പിന്നീട് അത് നോയിക്കോളും. സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്ന വ്യക്തിയാണ്, നല്ല മജ്‌ലിസുകളിൽ ചൊല്ലുന്ന വ്യക്തിയാണ്, എപ്പോഴും എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈമാൻ വർദ്ധിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ മഹത്വമുള്ള സ്വഹാബിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലാണ് ഈ ആയത്ത് ഇവിടെ ഇറങ്ങുന്നത്. എന്താ ആയത്തിന്റെ അർത്ഥം? വിശാലമായ മനസ്സുള്ളവരും അല്ലാഹു തആല അനുഗ്രഹം ചെയ്തവരും ഇനി സാധുക്കൾക്ക് ഒന്നും കൊടുക്കില്ല എന്ന് സത്യം ചെയ്യരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? അഥവാ കൊടുത്തിരുന്ന, നന്നായി സഹകരിച്ചിരുന്ന ഒരു വ്യക്തി ഇനി കൊടുക്കില്ല എന്ന് സത്യം ചെയ്യരുത് എന്ന് പറയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു വേള സിദ്ദീഖ് തങ്ങൾ അങ്ങനെ പറഞ്ഞുപോയി. എന്താണ് അറിയോ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പിന്നെ ഏറ്റുപിടിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവല്ലോ. സത്യമാണോ അസത്യമാണോ എന്ന് അറിയാതെ അങ്ങോട്ട് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു വിങ് അക്കാലത്തും ഉണ്ടായിരുന്നു, നമ്മുടെ ഭാഗത്തും ഉണ്ടായിരുന്നു, എതിർചേരിയിലും ഉണ്ടായിരുന്നു. എതിർചേരിയിൽ ഉണ്ടായിരുന്നവരുടെ ലക്ഷ്യം അതിനെ ധിക്കരിക്കലാണ്, അഥവാ ഇത് ഇൻസൾട്ട് ചെയ്യലാണ്. നമ്മുടെ ഭാഗത്തുള്ളവർക്ക് ആ ലക്ഷ്യം ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അവരെ ഏറ്റുപിടിച്ച് ആരോപണം കേൾക്കേണ്ടി പറയേണ്ടി വന്നവർക്ക് തങ്ങൾ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഔദാര്യത്തിലാണ് ഒരു സ്വഹാബി കഴിയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ എളാപ്പയുടെ മകനാണ് ആ സ്വഹാബി. ഉമ്മു മർസദ എന്നാണ് എൻ്റെ ഓർമ്മ. ആ സ്വഹാബി കഴിയുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. പാവമാണവർ. സിദ്ദീഖ് റളിയല്ലാഹു ഉമ്മു മിസ്താഹ് അഥവാ മിസ്താഹ് എന്നാണ് സ്വഹാബിയുടെ പേര്. മിസ്താഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കുടുംബവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കഴിയാണ്. വാടകയ്ക്കല്ല, ഫ്രീ ആയിട്ട് കഴിയാണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും പറഞ്ഞു, ഇനി ഞാൻ എന്താകൂല, മിസ്താഹിന് ഒന്നും കൊടുക്കൂല, മിസ്താഹിനും മിസ്താഹിന്റെ കുടുംബത്തിനും ഇനി ഞാനൊന്നും കൊടുക്കൂല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ